നമസ്കാരം. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമേൽ 100% തീരുവ ചുമത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിനിടെ ഇന്ത്യക്ക് യൂറോപ്പിൽ നിന്നും ഒരു ശുഭവാർത്ത എത്തിയിരിക്കുകയാണ്. അതായത് ഈ ശുഭവാർത്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ഇരുട്ടടി തന്നെയാണെന്ന് പറയാം. ഭാരതത്തിനുമേൽ ഇരട്ട ചുങ്കം അടിച്ചേൽപ്പിക്കുകയും 100% ചുങ്കം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുകയും ചെയ്ത ട്രംപിനുള്ള യൂണിയന്റെ ചുട്ട മറുപടി കൂടിയാണിത്. ഇന്ത്യയിൽ നിന്നുമുള്ള 102 കമ്പനികളെ കൂടി സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ പട്ടികയിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തി. ഇതോടെ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള ആകെ കമ്പനികളുടെ എണ്ണം 604 ആയി. 2023 മുതൽ 24 $110 കോടി സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യൻ യൂറോപ്യൻ യൂണിയനിൽ നടത്തിയത്. കൂടുതൽ കമ്പനികൾക്ക് അനുമതി ലഭിച്ചതോടെ നടപ്പു വർഷത്തെ കയറ്റുമതിയിൽ 20% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന വിപണിയായ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ട്രംപ് 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതോടെ ഏറെക്കുറെ നിലച്ച മട്ടാണ്. ഈ സാഹചര്യത്തിലാണ് വിപണി വൈവിധ്യവൽക്കരണത്തിനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സീ ഫുഡും രംഗത്തെത്തി അസോസിയേഷനുകളും സംയോജിതമായി നടത്തിയ ചർച്ചകളുടെ ഫലമാണ് 100-ലേറെ കമ്പനികൾക്ക് കൂടി കയറ്റുമതി അനുമതി ലഭിച്ചിരിക്കുന്നതിന് പിന്നിൽ. നേരത്തെ നിരവധി ഇന്ത്യൻ കമ്പനികളെ കയറ്റുമതി പട്ടികയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ ഒഴിവാക്കിയിരുന്നു. പുതിയ കമ്പനികൾക്ക് അനുമതി നൽകിയിരുന്നതുമില്ല. നിലവിൽ ട്രംപിന്റെ തീരുവ മൂലം സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ തൊഴിൽ വരുമാന നഷ്ടങ്ങളും അഭിമുഖീകരിച്ചിരുന്നു. ഈ വേളയിലാണ് വിപണി വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് വാണിജ്യ മന്ത്രാലയവും സീ ഫുഡും രംഗത്തെത്തി അസോസിയേഷനുകളും ചർച്ചയിലേക്ക് കടന്നത്. ട്രംപും മോദിയും തമ്മിൽ സംസാരിക്കാനുള്ള നീക്കവും ഇന്ത്യ US വ്യാപാര കരാർ സാധ്യമായേക്കുമെന്ന വിലയിരുത്തലുകളും ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കമ്പനികൾ കയറ്റുമതി അനുമതി നൽകിയ യൂറോപ്യൻ യൂണിയന്റെ നടപടി വലിയ ആശ്വാസകരമാണ്. ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വിപണി വളർത്താൻ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന മേഖലയിലേക്ക് കഴിയും. US-ലേക്കുള്ള മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലെ ഭൂരിഭാഗവും ചെമ്മീനായിരുന്നു. നിലവിൽ അനുമതി ലഭിച്ച 102 കമ്പനികളിൽ മുന്തിയ പങ്കും ശ്രദ്ധിക്കുന്നത് ചെമ്മീൻ കയറ്റുമതിയിലാണ്. യൂറോപ്പിലേക്ക് ചെമ്മീൻ കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും ട്രംപിന്റെ കനത്ത താരിഫ് മൂലമേറ്റ ആഘാതത്തിൽ നിന്നും ചെറുതെങ്കിലും ആശ്വാസം നേടാൻ ഇത് സഹായിക്കും. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അധികൃതരുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. നിരവധി യോഗങ്ങളും ന്യൂഡൽഹിയിൽ നടന്നു. കൂടുതൽ കമ്പനികൾക്ക് കയറ്റുമതി അനുമതി ലഭിച്ചത് തൊഴിലവസരങ്ങൾക്കും വിദേശ നാണയ വരുമാനം ഉയർത്താൻ സഹായമാകുമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന് നിർണായക സ്ഥാനമുണ്ടെന്നിരിക്കെ യൂറോപ്യൻ യൂണിയൻ കൂടുതൽ വിപണി കിട്ടുന്നത് കേരളത്തിൽ വലിയ നേട്ടമാണ്. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. 2024-25 കണക്കു പ്രകാരം $136.5 ബില്യൺ വ്യാപാരവുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയുമായി യൂറോപ്യൻ യൂണിയൻ. ഇതിൽ $75.9 ബില്യൺ ഇന്ത്യയുടെ കയറ്റുമതിയാണ്. $60.7 ബില്യൺ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച